മാത്രമാണ് അടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഇവർ വേറൊന്നും ചെയ്യില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ. കാരണം പതിനായിരക്കണക്കിന് ജീൻസുകൾക്ക് ലൂപ്പ് അടിക്കുന്ന പണി മാത്രമാണ് ഈ ബായ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയിലാണ്. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ. നിങ്ങൾക്കറിയുന്നതായിരിക്കും, ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിലൊക്കെ ബാഗി, അതേപോലെ കൊറിയൻ, ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള ജീൻസുകളുണ്ട്. അത്തരം ജീൻസുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾ ഏതൊരാളുടെയും ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ. അത്തരത്തിൽ നിങ്ങളൊരു ബ്രാൻഡ് സ്വന്തമായിട്ട് ക്ലോത്തിങ് ബ്രാൻഡിങ് നിങ്ങൾ ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. നമുക്കിത് ബ്രാൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് വളരെ തുച്ഛമായ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നൽകാൻ പറ്റും. നിങ്ങൾക്ക് ഇത്തരത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് വസ്ത്രം എക്സ്പോർട്ട് ചെയ്തിട്ടും അതുപോലെ നമ്മളെ കേരളത്തിലൊക്കെ നമുക്ക് തരാൻ പറ്റും. നമ്മൾ പല വസ്ത്രങ്ങളും മേക്ക് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ജീൻസ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അറിയാത്തവർക്ക് എങ്ങനെയാണ് ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സ്ത്രീകളെ ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഈ കമ്പനിയിൽ വളരെ വ്യക്തമായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ ക്ലോത്തിങ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ലോകത്ത് കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഏകദേശം ഇന്ത്യയുടെ സംഭാവന എന്ന് പറയുന്നത് ലോകത്ത് 40% ക്ലോത്ത് ലോകത്തിന് സംഭാവന ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് പറയുമ്പോഴേ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് അറിയാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ അറിയാത്തവർക്ക് ഇന്ന് ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു പുതിയ അറിവായിരിക്കും. വിദേശത്ത് പല ആളുകളും ജോലി ചെയ്യുന്നുണ്ട്, വിദേശികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ വിറ്റയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഉത്തരേന്ത്യൻ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് വ്യവസായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ വ്യവസായങ്ങളിലുള്ള പല ഉൽപ്പന്നങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രാൻഡ്, അതായത് ലാൻഫറി ഫാഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ ഇതിൻ്റെ ഓരോ ഉൽപ്പന്നങ്ങളും ഫാക്ടറിയിൽ നിന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടും എൻ്റെ ഇഷ്ടാനുസരണം മാനുഫാക്ചർ ചെയ്തുകൊണ്ടാണ് ഞാനും ഈ ഉൽപ്പന്നങ്ങൾ എൻ്റെ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ഒരു ഫാക്ടറിയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ആ ഫാക്ടറി അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ജീൻസിൻ്റെ ഫാക്ടറിയാണ്. ജീൻസിൻ്റെ ഫാക്ടറി എന്ന് പറയുമ്പോൾ ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്കായിട്ട് ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറികളുണ്ട്, പുരുഷന്മാർക്കായിട്ട് ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറികളുണ്ട്. അതുപോലെ തന്നെ ഓരോ വിഭാഗം ഒരു ഫാക്ടറി ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ജീൻസ് മാത്രം മാനുഫാക്ചർ ചെയ്യുള്ളൂ. അതേസമയം സ്ത്രീകൾക്ക് വേണ്ട ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി സ്ത്രീകളെ ജീൻസ് മാത്രം മാനുഫാക്ചർ ചെയ്യുള്ളൂ. അതുപോലെ ഓരോ വിഭാഗവും A to Z അവർ ചെയ്യുന്നത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഉൽപ്പന്നം മാത്രമാണ് അവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ സെക്ഷനിലെ ഓരോ വിഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു മാസം 1,00,000-ലധികം ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഞാനുള്ളത്. ഇവിടെ പല തരത്തിലുള്ള സെക്ഷൻസുകളുണ്ട്. ഓരോ സെക്ഷനിലുള്ള ആളുകളും പലതുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീൻസ് എന്ന് പറയുന്ന തുണിക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇത് അഗ്രികൾച്ചറലി ഇത് വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഇതിനെ ജീൻസ് ആക്കി മാറ്റിയതിന് ശേഷം ഇത്തരത്തിൽ ഒരു ഇതിൽ വെച്ചുകൊണ്ട് ആദ്യ പടി എന്ന് പറയുന്നത് കട്ട് ചെയ്യാണ്. ഓട്ടോകാഡ് ഡ്രോയിങ് ഉപയോഗിച്ച് ഇത് ഡ്രോയിങ് ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് അടുത്ത ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലതും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ജീൻസ് മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുമ്പോഴേ പലപ്പോഴും ഇതിന് വേണ്ട മെഷീൻസുകൾ എന്ന് പറയുന്ന ആധുനിക രീതിയിലുള്ള മെഷീൻസുകളാണ്. പ്രത്യേകിച്ച് തുർക്കി, വിദേശ രാജ്യങ്ങളാണ് ഇത്തരം മെഷീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ടർക്കിഷ് മെഷീൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുണി ഉണ്ടാക്കിക്കുന്നത്. പിന്നീട് ഈ തുണിയിൽ കളറ് പ്രിൻ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇത്തരം ഒരു ടാബിളിലേക്ക് വെച്ചിട്ട് ഇത് ഒന്നിച്ച് കട്ട് ചെയ്യാണ്. അതായത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് വീഡിയോസിലൊക്കെ വന്നിട്ട് നമുക്ക് ഒരു 2 പീസ് തരാൻ പറ്റുമോ അല്ലെങ്കിൽ 3 പീസ് തരാൻ പറ്റുമോ. യഥാർത്ഥത്തിൽ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് ഇത്. കാരണം ഒരിക്കലും കഴിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരൊറ്റ സമയം ആയിരക്കണക്കിന് പീസുകളും 200-300 അതായത് ഇത്തരം റോളുകൾ ഒന്നിച്ച് വെച്ചുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് സാധിക്കാത്തത് എന്നുള്ള ഉത്തരം കൂടെ നിങ്ങൾക്കിവിടെ ഞാൻ കാണിച്ചു തരികയാണ്. ഈ ജീൻസ് മാനുഫാക്ചർ ചെയ്യുമ്പോഴേ ജീൻസ് എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ ഉൽപ്പന്നങ്ങളും മാനുഫാക്ചർ ആയിട്ട് ഇത്തരം കോസ്റ്റ്യൂമുകൾ വസ്ത്രങ്ങൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ
വലിയ കമ്പനികളിലൊക്കെ ചെയ്യുന്നൊരു പരിപാടി, ഈ വസ്ത്രം നിങ്ങൾ കട്ട് ചെയ്തത് കണ്ടു, കട്ട് ചെയ്തതിന് ശേഷം വ്യത്യസ്ത ആളുകൾക്ക് ഇതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ പോക്കറ്റ് കട്ട് ചെയ്യുന്ന ആൾ പോക്കറ്റ് മാത്രമായിരിക്കും കട്ട് ചെയ്യുക. അതേപോലെ പാൻറ്റിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ആൾ ബോട്ടം മാത്രമായിരിക്കും. ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റിച്ചാണ്. അതായത് ജീൻസ് മാനുഫാക്ചർ ചെയ്യുമ്പോഴേക്കും പ്രധാനമായിട്ടും ഡബിൾ സ്റ്റിച്ചുള്ള മെഷീൻ, ഡബിൾ സ്റ്റിച്ച് ഓടുന്ന മെഷീൻസുകളായിരിക്കണം. കാരണം ഇത്തരം മെഷീൻസുകളിൽ, വിദേശ നിർമ്മിത മെഷീൻസുകളിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രത്യേക സ്ട്രോങ് ഉള്ള നൂലുകളായിരിക്കും. കാരണം കണ്ടോ, ഇത് ഇന്നറിലേക്കുള്ള ഇന്നർ പാർട്ടാണ് ഇന്നർ. അതായത് ഈ ജീൻസിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഡബിൾ സ്റ്റിച്ചുകൾ. ഈ ഡബിൾ സ്റ്റിച്ചുകളുള്ള ഡബിൾ ഇതുള്ള പിന്നെ സൂചി ഓടുന്ന ഡബിൾ നൂലുള്ള മെഷീൻസുകളാണ് ഈ ജീൻസ് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുക. ഇത് ജീൻസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതൊരു പ്രത്യേക തരം മെഷീൻസാണ്. ഈ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ജീൻസിൻ്റെ ചില പാർട്ടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, കാരണം പ്രത്യേക ഒരു ഓപ്പൺ സ്റ്റൈൽ മുണ്ട മെഷീൻ എന്നാണ് ഇവർ ഇതിന് പറയുന്നൊരു വാക്ക്. ഇത്തരം ഈ പാർട്ടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം നമ്മൾ ഇതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെന്നുള്ള സത്യാവസ്ഥ നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ എന്നുള്ളതാണ്. അതുപോലെ ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു രീതി എന്താണ് പലർക്കും അറിയില്ല. കാരണം ജീൻസ് എവിടുന്ന് നല്ല ജീൻസ് കിട്ടും, അല്ലെങ്കിൽ എവിടുന്ന് നല്ല ഉൽപ്പന്നം കിട്ടും. പലരും പറയും ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ, സൂറത്ത് പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ കണ്ടോ, ഈ മെഷീനിൽ ജീൻസിൽ ഒരേ സമയം 5 സ്റ്റിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മെഷീനാണ് ജീൻസിൻ്റെ ഈ ഭാഗം മേക്ക് ചെയ്തുകൊണ്ട്. ഇതിന് 5 ട്രേഡ് മെഷീൻസ് എന്നാണ് പറയുന്നത്. കാരണം കണ്ടോ, ഒരേ സമയം ഈ മെഷീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5 സ്റ്റിച്ചാണ് ഈ മെഷീനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. 5 സ്റ്റിച്ച്. കാരണം കണ്ടോ, ഓരോ ഭാഗവും കണ്ട ഒരേ സമയം ഈ ഒരു സ്റ്റിച്ച്, ഈ ഒരു സ്റ്റിച്ച്, ഈ ഒരു സ്റ്റിച്ച്, അതേ സമയം താഴെ നിന്നും ഇതുപോലെയുള്ള സ്റ്റിച്ച് ആണ്. അതാണ് ഈ മെഷീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീന് ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ജീൻസ് പാൻറ്റിൻ്റെ ടോപ്പിലുള്ള ബെൽറ്റ് ഉണ്ടല്ലോ, ആ ബെൽറ്റാണ് ഈ മെഷീനിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒരു പ്രത്യേക തരം മെഷീൻസ് ഉപയോഗിച്ചിട്ട് ആ ബെൽറ്റ് ഒരേ സമയം അടിയിൽ നിന്നും മുകളിൽ നിന്നും സ്റ്റിച്ച് ഓടുന്നുണ്ട്. കണ്ടോ, ജീൻസിൽ ഒരേ സമയം സ്റ്റിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ജീൻസിൻ്റെ ബെൽറ്റ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജീൻസിൻ്റെ ഈ ഒരു സൈഡിലുള്ള സ്റ്റിച്ച് നമുക്കറിയുന്നതായിരിക്കും. എല്ലാ വസ്ത്രങ്ങളും ഇവിടെ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റിച്ചിങ്ങിന് പിങ്ങി പറഞ്ഞു പോയി ഈ ഡ്രസ്സ് കംപ്ലൈൻറ്റ് വരും. അത് പൊതുവെ ഭാവിയിൽ. പക്ഷേ അതിന് വേണ്ടിയിട്ട് ജീൻസിന് വേണ്ടി ലോക്ക് ചെയ്യുന്ന സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന മെഷീൻസാണ് ഈ ബായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ജീൻസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനായിട്ട്, കാരണം ജീൻസ് പറഞ്ഞാൽ വെരി ഹാർഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് അതിനേതായ എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ സബി വിദേശ മെഷീൻ ഇമ്പോർട്ടഡ് ഓൺലി ജപ്പാൻ്റെ മെഷീൻസുകൾ മാത്രമാണ് ഇതിന് പറ്റുള്ളൂ. ഇത്തരം മെഷീൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ലോക്ക് ചെയ്യുന്നത്. കണ്ടോ, കാരണം ലോക്കിങ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ജീൻസ് ലോക്ക് ചെയ്യാൻ കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും ടൈലർമാർ ജീൻസ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ റിസ്ക് ആയിട്ടാണ് പറയാറുള്ളത്. ജീൻസ് ആണെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ്. അത് അവർ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കോട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരെ അടുത്തൊക്കെ പോയിട്ടാണ് ജീൻസ് പൊതുവെ പിന്നെ ജീൻസിൻ്റെ സ്റ്റിച്ചൊക്കെ റെഡി ആക്കാറ്. ജീൻസിൻ്റെ ലൂപ്പ് കണ്ട, ഇവിടെ ലൂപ്പ് ഉണ്ടാവും, ഇങ്ങനെ ലൂപ്പുകൾ ഉണ്ടാവും. ഈ ലൂപ്പ് മേക്ക് ചെയ്യുന്ന മെഷീൻസാണിത്. മാത്രമാണ് അടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഇവർ വേറൊന്നും ചെയ്യില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ. കാരണം 10,000-കണക്കിന് ജീൻസുകൾക്ക് ലൂപ്പ് അടിക്കുന്ന പണി മാത്രമാണ് ഈ ബായ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവസാനം എത്തുമ്പോഴുള്ള പരിപാടി മറ്റൊരു പരിപാടിയാണ്. അതായത് ജീൻസിൻ്റെ ബട്ടൺസിന് ഹോൾസ് അടിക്കുന്ന പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചിലപ്പോൾ പലരും കണ്ടുണ്ടാവും. പക്ഷേ ജീൻസിന് വേണ്ടിയിട്ട് ബട്ടൺസിൻ്റെ ഹോൾസ് അടിക്കുന്ന ഒരു വർക്കാണ് ഇവിടെ. കണ്ടോ, കണ്ടോ, ഇതുപോലെ ഹോൾസ് അടിക്കും. ഇപ്പോൾ ഇവിടെ കണ്ടോ,
ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പാർട്ട് മാത്രം ചെയ്തുകൊണ്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത്തരത്തിൽ ഇപ്പം നേരത്തെ കട്ട് ചെയ്ത പീസ് കണ്ടോ, ഇതേപോലെ പീസാക്കിയിട്ട് വെക്കും. അപ്പോൾ ഒരു പാർട്ട് മാത്രമായിരിക്കും ഇവർ ചെയ്യുക. പിന്നെ മാത്രമല്ല, ജീൻസ് മേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സാധാരണ മെഷീന് പറ്റൂല. അപ്പോൾ ജീൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെഷീനുകളും കുറച്ച് എക്സ്പെൻസീവ് മെഷീൻസുകളായതുകൊണ്ട് തന്നെ മാത്രമല്ല, ജീൻസ് മാനുഫാക്ചർ ചെയ്യുന്നതിലും അതിൻ്റെതായ പല രീതികളുണ്ട്. കാരണം നമ്മൾ സാധാ ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കുർത്തി മാനുഫാക്ചർ ചെയ്യുന്ന പോലെ വെസ്റ്റേൺ വസ്ത്രങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മെഷീൻസുകൾ. കാരണം ഹെവി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് സ്റ്റിച്ചിങ് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, എന്നാലോ വളരെ വേഗത്തിൽ സ്റ്റിച്ചിങ് നടക്കണം, അതോ വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് പിടിക്കണം. അത്തരം മെഷീൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ജീൻസ് മാനുഫാക്ചർ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പം മൂപ്പര് ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇതുള്ളത്. കണ്ടോ, ഈ അവസാന ഘട്ടത്തിൽ ജീൻസിൻ്റെ അവസാനം ഫിനിഷിംഗ് ആയിട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ നോക്കൂ. ഇതാണ് അവസാനത്തിൽ ചെയ്യുന്ന പണി. ഏറ്റവും അവസാനം എത്തുമ്പോൾ അവർ ചെയ്യുന്ന പണി ഇതായിരിക്കും. കണ്ടോ, അതിൻ്റെ ബെൽറ്റ് ഏരിയ ഈ ഒരു ഭാഗം മാത്രമായിരിക്കും ഈ വ്യക്തി ഫിനിഷ് ചെയ്യുന്നത്. ഇങ്ങനെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇനി അവിടെ എവിടേക്കാണോ ഇതുള്ളത് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് लास्ट स्ट्रॉन्ग करने का भैया सभी एरिया भैया स्ट्रॉन्ग करने का. അതായത് രണ്ടാമതൊരു ഫിനിഷിംഗ് ആണ്, ലാസ്റ്റ് ഫിനിഷിംഗ് മൂപ്പരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ എന്താ ചെയ്യുന്നത്. ജീൻസ് ഇതുപോലെ ഇതൊക്കെ നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മറ്റൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്നിച്ച് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുക. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ സ്റ്റെപ്പ് തന്നെ വാഷിംഗ് ആണ്. നമ്മൾ മിനിമം ഒരു മാസം ചുരുങ്ങിയത് 1,00,000 മാനുഫാക്ചറിങ്ങിലും ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് മാത്രം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മളെ ഡിസൈൻസുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിൽ കണ്ടോ, ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡിസൈൻസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത്തരം ജീൻസൊക്കെ കുറഞ്ഞ വിലക്ക് വേണ്ടവർ, പ്രത്യേകിച്ച് റീറ്റെയിലായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പിന്നെ നന്നായിട്ട് ബിസിനസ് ചെയ്യാം, വളരെ ചെറിയ മാർജിനിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ നമുക്ക് തരാൻ പറ്റും. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഫാക്ടറിയിലെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ആയിരുന്നു അല്ലേ. അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇത്തരം ജീൻസ് ഉൽപ്പന്നങ്ങളൊക്കെ വാഷിങ് ചെയ്യും. അപ്പോൾ ലേഡീസിൻ്റെ ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോൻ്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള നമ്മൾ കസ്റ്റമറിന് വേണ്ടി മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഒരു ബ്ലാക്കിലുള്ള പാൻറ്റാണിത്. മറ്റൊരു പാൻറ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഒരു ബോട്ടംസൊക്കെ വളരെ വീതി കൂടിയ ബോട്ടംസാണ് വരുന്നത്. അതേപോലെ കണ്ടോ, വളരെ മനോഹരമായ കളറുകൾ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉൽപ്പന്നം നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്ത് തരാൻ പറ്റും. കാരണം നമ്മൾ വലിയ ഫാക്ടറിയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം തന്നെ ഏകദേശം 1,00,000 ഉൽപ്പന്നം നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, വീതി കൂടിയ ബെല്ലാണ് വരുന്നത്. ഏത് ഡിസൈൻസും നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. കാരണം നമ്മൾ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് എന്ന് മാത്രമേ നമ്മൾ നിർമ്മിക്കുന്നുള്ളൂ. കാരണം ഏതൊരാളും പലപ്പോഴും ഉൽപ്പന്നം കിട്ടിയതിന് ശേഷം പറ്റിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ചില ആളുകൾ പണം വാങ്ങി പിന്നീട് ചീറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയൊക്കെ ഇന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇത്തരം ഫാക്ടറിയുമായി ഡയറക്റ്റ് ഡീല് ചെയ്തിട്ടുള്ള നല്ല സെലക്റ്റീവായ കമ്പനികളിൽ നിന്ന് മാത്രമാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ചിലതൊക്കെ ഇമ്പോർട്ടഡ് ഉൽപ്പന്നങ്ങൾ ഇതിൽ വരുന്നുണ്ട്. കണ്ടോ, ഇത് ഇമ്പോർട്ടഡ് ഉൽപ്പന്നമാണ് വരുന്നത്. ഇമ്പോർട്ടഡ് ഇങ്ങനെ ഒരുപാട് കളക്ഷൻസുകളൊക്കെ നമുക്ക്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈനിൽ നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. നിങ്ങൾ റീറ്റെയിലർ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ നല്ല കളക്ഷൻസുകൾ നിങ്ങൾക്ക് തരാൻ പറ്റും. ചില ആളുകളൊക്കെ ഇത്തരം ക്ലോത്തിങ് ബിസിനസ്സൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരിക്കും. പലപ്പോഴും കോമ്പറ്റീഷൻ കൊണ്ട് അവർക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾക്ക് ആ ഒരു ഓവർകം ചെയ്യാനും സ്വന്തമായിട്ടൊരു ഉൽപ്പന്നം ഇറക്കുക എന്നുള്ളത്, ഒരു ക്ലോത്തിങ് ഉൽപ്പന്നം ഇറക്കുക എന്നുള്ളതൊക്കെ പലപ്പോഴും പല ആളുകളുടെയും സ്വപ്നമാണ്. അതിനൊക്കെ നമ്മൾ പരിഹാരമായിട്ട് ഉൽപ്പന്നം ബ്രാൻഡ് ചെയ്ത് ലോഗോ ഡിസൈൻ ചെയ്ത് എന്ത് തന്നെ സപ്പോർട്ടിങ്ങും നമ്മൾ ചെയ്തു തരുന്നതാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾ ലോകത്തിൻ്റെ എവിടേക്കും നമ്മൾ ഉൽപ്പന്നം എത്തിച്ചു തരും.
കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എൻക്വയറീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുന്ന മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരാം.